ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അത്ഭുതപ്പെടുത്തുന്ന ഹൃദയസ്പർശിയായ കഥ പങ്കുവെക്കാൻ പോകുകയാണ്. ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഒരു വാർത്തയാണിത്. ഒരു യാചക സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന അവിശ്വസനീയമായ ഒരു സംഭവം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അതേസമയം ജീവിതത്തിന്റെ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഒരു തിരക്കേറിയ ബസ് സ്റ്റാൻഡ്. അവിടെ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഒരു സ്ത്രീ ഭിക്ഷാടനം നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആരും ശ്രദ്ധിക്കാത്ത സാധാരണമായ ഒരു ജീവിതം. ബസ് സ്റ്റാൻഡിന്റെ മൂലയിൽ സമീപ പ്രദേശങ്ങളിൽ ഒരു ചെറിയ ഷെഡിൽ താമസിച്ച് ദിവസവും ഭിക്ഷയാചിച്ച് അവർ ജീവിച്ചു. ആർക്കും അവരെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോവുകയായിരുന്നു. ഒരു ദിവസം പ്രാദേശിക അധികൃതർ തീരുമാനിച്ചു, ഈ സ്ത്രീയെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നൽകാൻ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന്. അവർക്ക് ഭക്ഷണം, വസ്ത്രം, സുരക്ഷിതമായ ഒരു താമസസ്ഥലം, ഒരു പുതിയ തുടക്കം നൽകാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ ആ സ്ത്രീയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. പക്ഷേ ഇവിടെ കഥ ഒരു അവിശ്വസനീയമായ തിരിവിലേക്ക് നീങ്ങുകയാണ്. അവർ താമസിച്ചിരുന്ന ആ ചെറിയ ഷെഡ് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ഒരുപക്ഷെ അവർ വിചാരിച്ചത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകുമെന്നായിരിക്കാം. പക്ഷേ അവർ കണ്ടത് ഒരു സിനിമയിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു. ഷെഡിനുള്ളിൽ 3 പ്ലാസ്റ്റിക് ബോക്സുകൾ. ആ ബോക്സുകൾ തുറന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. അതിൽ നിറഞ്ഞിരുന്നത് പണമായിരുന്നു. കറൻസി നോട്ടുകളുടെ കെട്ടുകൾ, ഒരുപാട് പണം. പോലീസ് ഉടനെ ആ പണം എണ്ണാൻ തുടങ്ങി. 1, 2, 3. എണ്ണി തീർന്നപ്പോൾ ആകെ തുക 2.5 ലക്ഷത്തിൽ അധികം രൂപ. അതെ, 30 വർഷത്തോളം ഭിക്ഷയാചിച്ച് ജീവിച്ച ഒരു സ്ത്രീ ഇത്രയധികം പണം സ്വരൂപിച്ചിരുന്നു. ആരും അറിയാതെ ആ ഷെഡിന്റെ മൂലയിൽ അവർ ആ പണം സൂക്ഷിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? ഒരു യാചക സ്ത്രീ ഇത്രയധികം പണം ആരോടും പറയാതെ എന്തിനായിരിക്കും അവർ ഇത് സൂക്ഷിച്ചത്? പോലീസ് ഉടൻ തന്നെ ഈ വിവരം ഔദ്യോഗികമായി രേഖപ്പെടുത്തി. അവർ വ്യക്തമാക്കിയത് ഈ പണം ഉടമയ്ക്ക് തന്നെ തിരികെ നൽകുമെന്നാണ്. അതായത് ആ സ്ത്രീക്ക് തന്നെ ഈ പണം തിരികെ ലഭിക്കും. പക്ഷേ ഈ കഥ നമ്മളെ ചിന്തിപ്പിക്കുന്നില്ലേ? 30 വർഷം ഭിക്ഷയാചിച്ച് ജീവിച്ച ഒരാൾ ഇത്രയധികം പണം സ്വരൂപിച്ചിട്ടും എന്തുകൊണ്ട് അവർ അത് ഉപയോഗിച്ചില്ല? എന്തായിരിക്കും അവരുടെ മനസ്സിൽ? ഒരുപക്ഷെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ ആ പണം മറ്റെന്തിനെങ്കിലും വേണ്ടി സൂക്ഷിച്ചതാകാം. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ജീവിതം എത്ര അപ്രതീക്ഷിതമാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരുടെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്കറിയില്ല. ഒരു യാചക സ്ത്രീയുടെ ജീവിതം പുറമേ നോക്കുമ്പോൾ ലളിതമാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപക്ഷേ ഒരു വലിയ സ്വപ്നം, ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു കഥ ഒളിഞ്ഞിരിക്കാം. ഈ സംഭവം ജമ്മുകാശ്മീരിൽ നടന്ന ഒരു യഥാർത്ഥ വാർത്തയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുമെന്നാണ്. ഒരു ചെറിയ ഷെഡിൽ 3 പ്ലാസ്റ്റിക് ബോക്സുകളിൽ 2.5 ലക്ഷം രൂപ. ആ സ്ത്രീയുടെ ജീവിതം ഇനി എന്താകും? ഷെൽട്ടർ ഹോമിൽ അവർക്ക് പുതിയ ഒരു തുടക്കം ലഭിച്ചിരിക്കുന്നു. ആ പണവുമായി അവർ എന്തു ചെയ്യും? നിനക്ക് ഈ കഥ എന്താണ് പറയുന്നത്? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പാഠം ഈ കഥയിൽ നിന്ന് നിനക്ക് മനസ്സിലായോ? കമന്റ് ബോക്സിൽ നിന്റെ അഭിപ്രായം പങ്കുവയ്ക്കൂ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ, പ്രചോദനാത്മകമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.